ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആസാമിലെ ഒരു പച്ചക്കറി തോട്ടമാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. നമുക്കിവിടെ ക്വാർട്ടേഴ്സിൻ്റെ ഫ്രണ്ടിൽ സൈഡിലായിട്ട് നമുക്ക് കൃഷി ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വിത്തൊക്കെ കൊണ്ടുവന്നിരുന്നു നാട്ടിൽ നിന്ന് വരുമ്പോൾ. അമര, പയർ, അതുപോലെ കുക്കുംബർ, വഴുതനങ്ങ, അങ്ങനെ കുറച്ച് വിത്തുകളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ പാവിയിരുന്നു. ചീര, അങ്ങനെ കുറച്ച് ഐറ്റംസ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ മെല്ലെ കാണാം. ചിലതൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ മണ്ണ് ഒരു തരം കറുപ്പ് കളറാണ്. ഒരു തരം ഈർപ്പം നിൽക്കുന്ന ഒരു തരം മണ്ണാണ്. നമ്മുടെ ഇവിടുത്തെ മണ്ണും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 2 ദിവസം മഴയാണെങ്കിൽ 2 ദിവസം വെയിലായിരിക്കും. വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലാണ് കേട്ടോ. എന്നാലും നമുക്ക് നനയ്ക്കാതെ കഴിയും. അധികവും മഴ 2 ദിവസം നന്നായി വെയിലുണ്ടാകുമ്പോൾ പിന്നീട് മഴയാവും. അപ്പോൾ പിന്നെ നനയുടെ ആവശ്യമില്ല. ശരിക്കും കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെ. നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലേക്ക് പൊതുവേ ആസാമിൽ നിന്നൊക്കെ നല്ല പച്ചക്കറികൾ നമ്മുടെ നാട്ടിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ചോളം, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഈ കാണുന്നത് കുക്കുംബറാണ് കേട്ടോ. ഇവിടുത്തെ കുക്കുംബർ ഒരു കളറ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ പച്ച കളറാണ്, പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ആയിക്കഴിഞ്ഞാൽ, പൊട്ടിക്കാൻ പാകത്തിനായി കഴിയുമ്പോഴേക്കും അതൊരു കേട് വന്ന പോലെ തോന്നും നമുക്ക്. പക്ഷെ അതിൻ്റെ കളർ അതാണ്. അങ്ങനെയാണ് ഈ കുക്കുംബർ. ഇത് അങ്ങനത്തെ തരം കുക്കുംബറാണ്. നമ്മുടെ അമരയ്ക്ക കുറച്ചൊക്കെ പൊട്ടിക്കാറായി. അപ്പോൾ നന്നായിട്ട് പാകമായിട്ടുണ്ട്. പൊതുവേ ഇവിടെ പച്ചക്കറിക്ക് വില കുറവായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. നമ്മുടെ അവിടുത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെളുത്തുള്ളിയൊക്കെ ഏതാണ്ട് സെയിം റേറ്റാണ്. പിന്നെ ചെറുനാരങ്ങ നല്ല റേറ്റാണ് കേട്ടോ ഇവിടെ. ചീരയൊക്കെ ഏതാണ്ട് വില കുറവിൽ കിട്ടുന്നുണ്ട്. അതുപോലെ നല്ല ഫ്രഷ് ബീട്രൂട്ട് കിട്ടും കേട്ടോ. അതുപോലെ ക്യാരറ്റ്, കോളിഫ്ലവർ, ബീൻസ്, ഇതൊക്കെ നല്ല ഫ്രഷായിട്ട് കിട്ടും. ഞാനിവിടെ വന്നപ്പോൾ ഒരു ആപ്പിളിൻ്റെ വിത്ത് എടുത്തിട്ട് ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മുളപ്പിച്ചു. അങ്ങനെ ഞാനത് നട്ടതാണ്. ഇതിൽ ആപ്പിൾ ഉണ്ടാകുമ്പോഴേക്കും അടുത്ത പോസ്റ്റിംഗ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ പച്ചമുളകൊക്കെ നല്ല വിലക്കുറവിൽ കിട്ടും. തക്കാളി, പൂ വരുന്നതും കായ് വരുന്നതും ഒക്കെ കാണാനൊരു പ്രത്യേക സന്തോഷമല്ലേ. മനസ്സിനതൊരു പ്രത്യേക ഒരു ഉന്മേഷമാണ്. ഈ കാണുന്നത് വഴുതന തൈയാണ് കേട്ടോ. ഇത് നമ്മൾ സ്ഥലത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം അങ്ങനെ പാവിയത് അങ്ങനെ നിൽക്കുകയാണ്. നമുക്കതൊന്ന് പറിച്ച് നടണം. അപ്പോൾ പരിസ്ഥിതിനായിട്ട് ഇന്ന് തന്നെ ആവാമെന്ന് കരുതി.
എൻ്റെ കയ്യിൽ കാണുന്നത് കറിവേപ്പിൻ്റെ തൈയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് കുഴിച്ചിടാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പച്ചക്കറിയൊക്കെ ആയിട്ട് മെല്ലെ വീട്ടിലോട്ട് പോവാം. ബായ്.